ഹലോ. അങ്ങനെ നീണ്ട 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രോഷ്യ പരീക്ഷണങ്ങളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 മാസമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഇതുവരെ റീപ്ലൈ തരാത്തവരോട് ഒരു ബിഗ് സോറി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെയിം റിവീലിംഗ് ബോർഡാണ്. ഞാൻ എൻ്റെ ഡെലിവറിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു പേജിൽ ഈ ഒരു നെയിം റിവീൽ ബോർഡ് കണ്ടത്. അന്ന് മുതൽ എനിക്ക് ആഗ്രഹമായിരുന്നു ബേബിക്ക് നെയിം ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് റിവീൽ ചെയ്യണമെന്നൊക്കെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോർഡൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ചു. ജെൻഡർ അറിയാത്തതുകൊണ്ട് ഈ മിനി ഉടുപ്പുകൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞാൽ മോനെ നോക്കി മോനെ എണീക്കുമ്പോൾ പാൽ കൊടുക്കുക, ബാക്കി നേരം റെസ്റ്റ് എടുത്ത് നമുക്കും കിടക്കുക എന്നൊക്കെ ചിന്തിച്ചിരുന്ന എനിക്ക് പണി കിട്ടിയത് നിപ്പിൾ ക്രാക്കിന്റെ രൂപത്തിലായിരുന്നു. നിപ്പിൾ ക്രാക്ക് വന്ന ആൾക്കാർക്കേ അറിയുള്ളൂ അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്ന്. ക്രാക്കിന്റെ പെയിൻ കാരണം ഡയറക്റ്റ് ഫീഡ് ചെയ്യുന്നതിന് പകരം ഞാൻ പിന്നെ പമ്പ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി. പമ്പ് വാങ്ങി യൂസ് ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. നമുക്ക് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും കുട്ടിയെ ഫീഡ് ചെയ്യണം. ആ 2 മണിക്കൂറിന് മുമ്പായിട്ട് ഈ പമ്പിന്റെ എല്ലാതും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ പമ്പ് ചെയ്യാൻ ഒരു 1/2 മണിക്കൂർ. പിന്നെ അത് കഴിയുമ്പോഴേക്കും കുറച്ചൊരു 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും മോനെണീറ്റ് ഫീഡിങ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രോസസ്സ് വീണ്ടും ഈ 2 മണിക്കൂറിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഒരു 2 മാസത്തോളം ലൈഫ് ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെയാണ് ഈ ക്രാക്ക് മാറാത്തതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ മനസ്സിലായത്. ക്രാക്ക് മാറി തുടങ്ങിയപ്പോഴാണ് പിന്നെ കുറച്ച് സമയങ്ങളൊക്കെ എല്ലാത്തിനും കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ കഥ പറച്ചിലിൻ്റെ ഇടയിൽ നമ്മുടെ നെയിം ബോർഡ് റെഡി ആയിട്ടുണ്ട്.